ദുബായിലെ സാമൂഹിക, സാംസ്കാരിക, വ്യവസായ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അന്തരിച്ച മലയാളി വ്യവസായി ഡോക്ടർ CJ റോയ്. റോയിയുടെ മരണത്തിന്റെ ആഘാതത്തിലാണ് ഇന്ത്യയ്ക്കൊപ്പം ഗൾഫിലെ വ്യവസായ വാണിജ്യ ലോകവും. ജയ്ഹിന്ദ് ടിവിയിൽ 18 വർഷമായ ടെലിവിഷൻ ഷോയായ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന ഷോയ്ക്ക് അടുത്തിടെ ഡോക്ടർ റോയ് ആശംസകൾ നേർന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഈ അവസാന വാക്കുകളുമായി ദുബായ് ബ്യൂറോയുടെ പ്രത്യേക റിപ്പോർട്ട്. ബാംഗ്ലൂരിലും കേരളത്തിലും ദുബായിലുമായി വൻ നിക്ഷേപം നടത്തിയ മലയാളി വ്യവസായിയാണ് ഡോക്ടർ CJ റോയ്. ദുബായ് ലിവാനിൽ ഫ്ളാറ്റ് കെട്ടിടം നിർമ്മിച്ചു നൽകിയും പുതിയ താമസ പദ്ധതികൾ പ്രഖ്യാപിച്ചും അടുത്തിടെ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. ബാംഗ്ലൂരിൽ 250 ഏക്കർ സ്ഥലത്ത് ഇന്ത്യയിലെ മികച്ച ഗോൾഫ് ക്ലബ്ബ് നിർമ്മിക്കുക എന്നത് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. ജയ്ഹിന്ദ് ടിവിയുടെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന ടെലിവിഷൻ വീക്കിലി ഷോയ്ക്ക് അടുത്തിടെ റോയ് ആശംസകൾ നേർന്നിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഗുഡ് ഈവനിംഗ് ടു ഓൾ ദ ജയ്ഹിന്ദ് ഓഡിയൻസസ് അക്രോസ് ദ വേൾഡ്. നമ്മുടെ സ്വന്തം എൽവിസ് ചുമ്മാറിൻ്റെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് പ്രോഗ്രാം ഒരു ലോക സക്സസ് തന്നെയാണ്. അതെല്ലാവരും കാണുന്നുണ്ട്, ഞാനും കാണുന്നു ഈ പ്രോഗ്രാം. അത് കഴിഞ്ഞ 16 കൊല്ലമായി മിഡിൽ ഈസ്റ്റിലത്തെ എല്ലാ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന പ്രോഗ്രാമാണ്. നമ്മുടെ എൽവിസ് ചുമ്മാർ അതിൻ്റെ ഒരു ആങ്കറിങ് അമേസിംഗ് ആയിട്ടാണ് ചെയ്യണത്. 800ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ. 16 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പ്ലസ് ഇത് നോൺ സ്റ്റോപ്പായിട്ട് 16 കൊല്ലം ഒറ്റ സിംഗിൾ ആങ്കറാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം എൽവിസ് ചുമ്മാർ. അപ്പോൾ എൻ്റെയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെയും എല്ലാവിധം ആശംസകളും ബെസ്റ്റ് വിഷസ്. ഇനി എനിക്ക് 900 അല്ല 1000ാമത്തെ എപ്പിസോഡാണ് കാണേണ്ടത്. അതേപോലെ തന്നെ 1 ഡസൻ എപ്പിസോഡ്, അതെന്ന് വെച്ചാൽ 1200 ആകട്ടെ എന്ന് നേർന്നുകൊണ്ട് താങ്ക് യു. കാറുകളോടുള്ള അദ്ദേഹത്തിന്റെ അതിയായ താല്പര്യം മൂലം വീടിന് താഴെയുള്ള ഒരു ഗോഡൌൺ നിറയെ ആഡംബര കാറുകളുടെ ശേഖരം ഒരുക്കിയിരുന്നു. കാറുപോലെ അതിവേഗത്തിലായിരുന്നു വളർച്ച. ദുബായ് KMCCയുടെ UAE ദേശീയദിന പുരസ്കാരം 2025 ഡിസംബറിൽ ഡോക്ടർ CJ റോയ്ക്ക് സമ്മാനിച്ചു. മികച്ച ജീവകാരുണ്യ പ്രവർത്തക എന്ന നിലയിലും റോയ് പ്രവാസ ലോകത്ത് ശ്രദ്ധ നേടി. ലിനി റോയാണ് ഭാര്യ. രോഹിത്, റിയ എന്നിവർ മക്കളായിരുന്നു. മരണവിവരം അറിഞ്ഞ് കുടുംബം ദുബായിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുകയായിരുന്നു. കറുപ്പ് ഞഴുക എന്ന പാട്ടുപോലെ എന്നും കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായി ധരിച്ചിരുന്ന റോയ് ഒരു നാടിനൊപ്പം പ്രവാസ ലോകത്തെയും ദുഃഖത്തിലാഴ്ത്തി ഒടുവിൽ യാത്രയായി. താങ്ക് യു, ഗുഡ് ബൈ. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.